Hi everybody, welcome back and this is me. ഇന്നത്തെ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് വിവോ X100 Ultra എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. നമുക്ക് വെച്ച് ടൈം വേസ്റ്റ് ആക്കേണ്ട നേരെ വീഡിയോട്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അതിന് മുന്നേറ്റ് നമ്മൾ എപ്പോഴും തുടങ്ങുന്ന ഡിസ്പ്ലേ എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ ഡിസ്പ്ലേ സൈസ് നോക്കി തന്നെ പോകാം. ഡിസ്പ്ലേ സൈസ് നോക്കുമ്പോൾ 6.78 ഇഞ്ചിൻ്റെ ഒരു 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു റെസൊല്യൂഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും കൂടി വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്, അത് ടോപ്പ് സെൻട്രലായിട്ടാണ്. പിന്നെ ഡോൾബി വിഷൻ ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ടാണ്. 3000 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ 1440 ഹെർട്സിന്റെ ഒരു PWD ഡെൻമിയോ എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഇത് വരുന്നുണ്ട്. അത് ഇതിലൊരു അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും കൂടി വരുന്നുണ്ട്. ഇതുവരെയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ സ്പെക്ക് ഓക്കെ ആയിരുന്നു, ഡിസ്പ്ലേ സൈഡിൽ നിന്ന് ഓക്കെ ആയിരുന്നു. ടോട്ടൽ വെയിറ്റ് നോക്കുമ്പോൾ 229 ഗ്രാം ആണ് വരുന്നത്. തിക്നെസ് നോക്കുമ്പോൾ 9.23 mm ആണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ് വരുന്നത്. IP69 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അതേപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റ് കൂടിയാണ്. പ്രോസസർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ LPDDR5Xന്റെ റാമും അതേപോലെ തന്നെ UFS 4.0 കൂടിയാണ് വരുന്നത്. പിന്നെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു വേറൊരു ഫീച്ചറിൽ വരുന്നുണ്ട്, 2-way സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഫീച്ചറിന്റെ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് സാറ്റലൈറ്റ് സിഗ്നൽ വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു ഗുഡ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത് എന്താ നോക്കാം. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി 3D വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന് നല്ലൊരു വൈബ്രേഷൻ കിട്ടാൻ വേണ്ടി ഇതിൽ X ലീനിയർ ആക്സിസ് മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. ആൻഡ് ഫൈനലി ആൻഡ്രോയിഡ് 40 ബേസ് ചെയ്താണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു കുറച്ച് ഫീച്ചേഴ്സ് ആണ് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്നത്. നോർമലി കണ്ടുവരുന്ന കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്യാമറ സെറ്റ് ആണ്. ക്യാമറ സെറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ പ്രൈമറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ 50 മെഗാപിക്സലിന്റെ ഒരു 1.8 അപ്പാച്ചറിന്റെ ഒരു മെയിൻ ക്യാമറ സെൻസർ ആണ് വരുന്നത്. സോണിയുടെ ഒരു ലെൻസ് ആണ്. പിന്നെ OS സപ്പോർട്ടാണ്. ആൻഡ് സെക്കൻഡറി ലെൻസ് നോക്കുമ്പോൾ 50 മെഗാപിക്സലിന്റെ ഒരു f2.2 അപ്പാച്ചറിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലെൻസിന്റെ ഫീൽഡ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ 160 ഡിഗ്രി എന്ന് പറയുമ്പോൾ 116 എന്ന് പറയുമ്പോൾ 116 ഡിഗ്രി ആണ് ഈ ഒരു ലെൻസിന്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. ആൻഡ് തേർഡ് വരുന്നത് 200 മെഗാപിക്സലിന്റെ ഒരു ലെൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അതൊരു ടെലിഫോട്ടോ ലെൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിന്റെ ലെൻസ് ആണ്. നല്ലൊരു ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന് പറയാം. നല്ലൊരു എക്സ്പെക്ടേഷൻ ഈ ക്യാമറ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ട്. ഫോണ്ട് ക്യാമറ പറയാൻ വിട്ടു. ഫോണ്ട് ക്യാമറ നോക്കുമ്പോൾ ഒരു 50 മെഗാപിക്സലിന്റെ ഒരു ഫോണ്ട് ക്യാമറയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന് പറയാം. ഫൈനലി നമുക്ക് ബാറ്ററി സൈറ്റ് നോക്കി നോക്കാം. ബാറ്ററി സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5500 mAh ഒരു ബാറ്ററിയാണ് അവിടെ വരുന്നത്. 80 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അതേപോലെ തന്നെ 30 വാട്ടിന്റെ ഒരു വയർലെസ് ചാർജിങ് കൂടി സപ്പോർട്ടാണ്. പിന്നെ ഒരു Type-C ചാർജിങ് പോർട്ടും കൂടി വരുന്നുണ്ട്. ബാറ്ററി സ്പെക്ക് നോക്കുമ്പോഴും ഓക്കെ ആണ്, ഡീസന്റ് ആണ്. 3 വേരിയന്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. 256GB 12GB റാം വേരിയന്റ്, 512GB 60GB റാം വേരിയന്റ്, 1TB 60GB റാം വേരിയന്റ്. ഈ ഫോൺ 3 കളർ വേരിയന്റിലായിരിക്കും വരുന്നത്, ടൈറ്റാനിയം, വൈറ്റ്, ഗ്രേ. അപ്പോൾ ഈ 3 കളർ വേരിയന്റ് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ചൈന മാർക്കറ്റിലൊക്കെയാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മാർക്കറ്റിലോട്ട് വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ ഒരു പ്രൈസ് വെച്ച് ഇന്ത്യ മാർക്കറ്റ് റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 76,000 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഫോൺ വരാൻ പോകുന്നത്. പ്രൈസ് റേഞ്ചിൽ നമ്മുടെ ഡിസ്പ്ലേ സൈഡിൽ നിന്നാലും പ്രൊസസർ സൈഡിൽ നോക്കിയാലും മികച്ച സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ലൊരു പ്രൊസസറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറ സൈഡിൽ നിന്നായാലും അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററി സൈഡായാലും എല്ലാം ഓക്കെയാണ്. ഡീറ്റെയിൽ റിവ്യൂവിനായിട്ട് ടെക് റിവ്യൂസിന് അതേപോലെ തന്നെ മൂവി റിവ്യൂസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നല്ല കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. വേറെ ഒന്നും പറയില്ല. ദിസ് ഈസ് Madhul signing. Over the edge, feel like I'm floating through the air. The pain I felt is paid